വായിച്ചത്. ഇനി ഇതെന്താണ് സംഭവം ഞാൻ പറയാം. ഓക്കെ, അതായത് ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ ആ യൂസറിന് ആ ഓദറിന് നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് എടുക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് ഫീൽഡ് എടുക്കുന്നുണ്ട്. ഇനി എനിക്ക് അയാളുടെ അഡ്രസ്സ് അറിയണം. അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്താൽ പകരം എന്ത് ഹൗസ് നമ്പർ അല്ലെങ്കിൽ ഹൗസ് നെയിം ഇല്ലേ, പിന്നെ ഉണ്ടാവും സിറ്റി ഉണ്ടാവും, സ്റ്റേറ്റ് ഉണ്ടാവും, പിന്നെ ഉണ്ടാവും കൺട്രി ഉണ്ടാവും, പിന്നെ കൺട്രി കോഡ് പിൻകോഡ് ഉണ്ടാവും അല്ലെ, ഇത്ര സാധനം ഉണ്ടാവും. നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് സ്ട്രിംഗ് ആയിട്ട് മേടിക്കുക, പകരം ഇതെല്ലാം ഓരോ ഫീൽഡായിട്ടാണ് വാങ്ങിക്കുക. ഓക്കെ, അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് ഇവിടെ വന്നിട്ട് ആദ്യം എന്ത് എഴുതാം, അയാളുടെ അഡ്രസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അയാളുടെ എന്ത് എഴുതാം വേണമെങ്കിൽ ഫസ്റ്റ് ഹൗസ് നെയിം നിങ്ങൾ ചെയ്യേണ്ട സ്ട്രിംഗ് കൊടുക്കണം. പിന്നെ അടുത്തെന്താ സിറ്റി അല്ലേ, സ്ട്രിംഗ് കൊടുക്കണം. അടുത്തെന്താ അയാളുടെ സ്റ്റേറ്റ്, അടുത്തതാ പിൻകോഡ് കണ്ടു പിൻകോഡ് കൊടുക്കണം. ഓക്കെ, അത് നമുക്ക് സ്ട്രിംഗ് കൊടുക്കാം. പിൻകോഡ് നമുക്ക് മാത്രം പ്രശ്നം ചെയ്യില്ല. ഓക്കെ, ഇത്ര സാധനം കൊടുക്കും. അത് നമുക്ക് ദേശം മേടിക്കാം. ഓക്കെ ആണോ, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഇത്രയും സാധനം എന്താ അഡ്രസ്സിന്റെ പാർട്ടാണ്. ഓക്കെ ആണോ, നമുക്ക് ഇതെല്ലാം കൂടെ സെപ്പറേറ്റ് ഫീൽഡ് വേണമെങ്കിൽ ഒറ്റ ഡോക്യുമെന്റ് ആക്കാം. അതായത് ഒരു ഡോക്യുമെന്റ്, ഒരു യൂസർ എന്ന് പറയുന്ന ഡോക്യുമെന്റ്, ഒരു ഓദർ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഉണ്ട്. ഓക്കെ, ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലേ. നമ്മൾ ലാസ്റ്റ് നമ്മുടെ കോംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബുക്കിന്റെ കുറെ ഡോക്യുമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇതെല്ലാം ബുക്സ് ഇല്ലേ, ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ, ഇതൊരു ഡോക്യുമെന്റ്, ഇത് വേറെ ഡോക്യുമെന്റ്, ഇത് വേറെ ഡോക്യുമെന്റ് അല്ലേ. ഓക്കെ, ഇത് ഓരോ ഡോക്യുമെന്റ് എന്താ ഓരോ ബുക്കാണ്. ഇവിടെ ഓരോ ഡോക്യുമെന്റ് ഒരു ഓദറാണ്. നമുക്ക് ഇനി ഓദർ എന്ന് പറഞ്ഞ ഡോക്യുമെന്റിനകത്ത് വേറെ സബ് ഡോക്യുമെന്റ് വേണം ക്രിയേറ്റ് ചെയ്യാം. ആ സബ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അഡ്രസ്സിന്റെ ഡോക്യുമെന്റ് ആയിരിക്കും. കാര്യം ഇതെല്ലാം അഡ്രസ്സിന്റെ പാർട്ടാണ്. നമ്മൾ സെപ്പറേറ്റ് ഫീൽഡ് ആയിട്ട് എഴുതുന്ന നമുക്ക് വേണമെങ്കിൽ സബ് ഡോക്യുമെന്റ് ആക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഡോക്യുമെന്റിനകത്ത് വേറെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എംബഡിംഗ് എന്ന് പറയാം, സബ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ് ഡോക്യുമെന്റ് ക്രിയേറ്റ് നമ്മൾ ആദ്യം അതിന്റെ സ്കീമ എഴുതുക. കോൺസ്റ്റ് അഡ്രസ് ആയതുകൊണ്ട് ഞാൻ അഡ്രസ് സ്കീമ എഴുതി ഈക്വൽ ടു സ്കീമ ക്യാപിറ്റലാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഫുൾ അറിയാം. അതായത് ടൈപ്പ് സ്ട്രിംഗ് ട്രിം ട്രൂ. ഒരൊറ്റ സ്കീമ എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്കീമ എഴുതി. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, അഡ്രസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കണക്ട് ചെയ്യാം, ഈ സ്കീമ കണക്ട് ചെയ്യാം. ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം ആഡ് ചെയ്യാം, ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അഡ്രസ് ആഡ് ചെയ്യാം. അഡ്രസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുകൂടെ കൺസിഡർ ചെയ്താണ് ആഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇപ്പൊ ഞാൻ ചുമ്മാ ഇപ്പൊ നമുക്ക് ഓദറിനെ ആഡ് ചെയ്ത് കാണിക്കാം. ക്ലിയർ. അപ്പൊ നമ്മൾ ഒരു ഓദറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള റൗട്ട്സ് എഴുതിയിട്ടുണ്ട്. ആ റൗട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ്മാൻ ഉപയോഗിച്ച് ആഡ് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം, റൺ ചെയ്യാം. ഓക്കെ, മനസ്സിലായി പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് പോസ്റ്റ്മാൻ എടുക്കാം. നമ്മൾ ബുക്കിന്റെ എഴുതി, നമുക്ക് അതുപോലെ ഓദറിന്റെ ഒരു പോസ്റ്റ് എഴുതാം. ഓദറിന് ഇമേജ് ഇല്ലല്ലോ, ഇമേജ് ഇല്ലല്ലോ. ഓദറിന് ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓദറിനാണ് ടൈപ്പ് എന്താ, സ്ട്രിംഗ്. ഫസ്റ്റ് ഓദർ നമുക്ക് ബെന്യാമിനെ ആഡ് ചെയ്യാം. സ്ലാഷ് ഓദർ, ഇതാണ് നമ്മൾ ഔട്ട് കൺഫേം ചെയ്യാം. സ്ലാഷ് ഓദർ. ഓക്കെ, ഓദർ മതി. അതായത് നമുക്ക് ഇവിടെ ഓൾറെഡി ബുക്സ് നമുക്ക് യൂണിഫോം ഇട്ടാൽ മതി. അപ്പം നമ്മൾ ബെന്യാമിൻ ഓദർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ബോഡി എടുക്കുന്നു. അപ്പൊ നമ്മൾ ഓദർ ഫീൽഡ് കാണിക്കുക, നെയിം ഉണ്ട് അല്ലേ, നെയിം എന്താ കൊടുക്കുക, പിന്നെന്താ ഉള്ളത്, DOB ഉണ്ട്. ഇവിടെ ഡേറ്റ് കൊടുക്കണം, നമ്മൾ കൊടുക്കുന്നത് ആദ്യം ഇയർ ചുമ്മാ കൊടുക്കുന്നു, പിന്നെ വന്ന് ഡേറ്റ് ഇങ്ങനെ കൊടുക്കാം. ഈ ഫോർമാറ്റ് കൊടുക്കാം. നല്ല ഡേറ്റ് ഫോർമാറ്റ് ആണ്. ഇപ്പൊ നെയിം ഒട്ട് DOB എന്താ അഡ്രസ് അല്ലേ. അഡ്രസ് നമ്മൾ കൊടുക്കുന്നത് സ്കീം നോക്കി മനസ്സിലാവും. നമ്മൾ അഡ്രസ് കൊടുക്കുന്നത് വേറെ എംബഡഡ് സ്കീം ആയിട്ടാണ്. ഇങ്ങനെ സെപ്പറേറ്റ് സ്കീം എഴുതിയിട്ട് നമ്മൾ കറക്റ്റ് ആണ് എംബഡിംഗ് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വന്നിട്ട് അഡ്രസ് ആദ്യം അഡ്രസ്സിനകത്ത് അത് ഒബ്ജക്റ്റ് ആണ്, അത് സബ് ഡോക്യുമെന്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഡോക്യുമെന്റ് കിട്ടുവാണ് ഓരോ കൂടെ എന്തൊക്കെ ഹൗസ് നെയിം ക്യാപിറ്റൽ കൊടുക്കേണ്ട ഹൗസ് നെയിം നമ്മൾ ഈ ഫോർമാറ്റാണ് കീപ്പ് ചെയ്യുന്നത്. ഹൗസ് നെയിം എടുത്തു, ചുമ്മാ പിന്നെ എന്താ ഉള്ളത്, സിറ്റി കൊച്ചി എന്നുള്ള, ഇതെന്താ ഉള്ളത്, അടുത്തെന്താ ഉള്ളത്, പിന്നെ കൊടുത്തു. ഇനി ഇമേജ് ആഡ് ചെയ്യണം. ഇല്ല, ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അപ്ലോഡ് കൊടുക്കാം. സെൻഡ് അടിക്കുന്നു, നമുക്ക് ആ ലിങ്ക് കിട്ടി. നമ്മൾ ഈ ലിങ്കാണ് ഇമേജ് ആയിട്ട് ഫസ്റ്റ് ചെയ്യാം. ഓക്കെ,
സെൻഡ് ചെയ്യാം. ഓതേഴ്സ് നാട്ടിയല്ലോ, പോസ്റ്റ് സക്സസ്ഫുൾ കാണിച്ചു. നമുക്കൊന്ന് ഗെറ്റ് ചെയ്ത് നോക്കാം അല്ലേ. എന്തോ ഫംഗ്ഷൻ. ഓക്കെ, നീ അത് കൊടുത്തേക്കുന്നത് ഇതിനകത്താണ്. സോർട്ടിന്റെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യണം. ആഡായി. ഇപ്പൊ ആഡായപ്പോൾ വന്നിരിക്കുന്ന സ്കീം നോക്കി. ഈ സ്കീമിനകത്ത് നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് വേറെ സബ് ഡോക്യുമെന്റ്. ആ സബ് ഡോക്യുമെന്റിനും എന്ത് ക്രിയേറ്റ് ആയി? ഓക്കെ, ഒരു ഐ ഡി കണ്ടോ. നമ്മൾ സബ് ഡോക്യുമെന്റ് വരുമ്പോൾ അതിന്റെ ഐ ഡി ക്രിയേറ്റ് ആവും. അത് ഇതെന്തുകൊണ്ട് വന്നുള്ള കുറച്ച് കാണിച്ചാൽ ഞാൻ കമന്റ്സ് കാണിച്ചു. ഇതാണ് സംഭവം. നമുക്ക് സബ് ഡോക്യുമെന്റ് ഒക്കെ ഒന്നിൽ കൂടി സബ് ഡോക്യുമെന്റ് നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഐഡിയ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സബ് ഡോക്യുമെന്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്യുന്ന പ്രോസസ് പറഞ്ഞതാണ് എംബഡിംഗ്. ഇനി വേറെ ഉണ്ട്, നമുക്ക് അങ്ങനെ സബ് ഡോക്യുമെന്റ് ആഡ് ചെയ്യാന്ന് പറയുമ്പോഴും അതിനൊരു ലിമിറ്റ് ഉണ്ട്. കാര്യം നമ്മുടെ മോംഗോഡിബിക്കകത്ത് ഒരു ഡോക്യുമെന്റിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ഡോക്യുമെന്റ് 16 MB കൂടുതൽ സൈസ് വരാൻ പാടില്ല. 16 MB പറയുമ്പോൾ ഒരുപാട് എഴുതണം. പക്ഷേ അങ്ങനെ ലിമിറ്റ് ഉണ്ട്, അത് ഓർത്തിരിക്കുക. 16 MB കൂടുതൽ ഒരു ഡോക്യുമെന്റ്, ഒരു കളക്ഷൻ ആയിട്ടുള്ള ഡേറ്റ അല്ല, ഒരൊറ്റ ഡോക്യുമെന്റ്, ഒരൊറ്റ ബുക്ക് എന്ന് വെച്ചാൽ അതിന്റെ ഡേറ്റ 16 MB കൂടുതൽ ആകാൻ പാടില്ല. ഓക്കെയാണല്ലോ. ഇതാണ് എംബഡിംഗ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായത്? ഒന്ന് ട്രൈ നോക്കിയേ വേഗം. എംബഡിംഗ് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ കളക്ഷൻ നമ്മൾ ഇവിടെ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ മുതൽ അറേ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും എന്നാണ്. ഈ പെന്റെ ആവശ്യം വെച്ചാൽ ഇപ്പൊ നമ്മൾ മനസ്സിലായത്. ഓക്കെ, നമ്മൾ സ്കീമയിൽ സ്ട്രിംഗ് ഫീൽഡ് ആഡ് ചെയ്തു ഇല്ലേ, അതുപോലെ നമ്പർ ഫീൽഡ് ആഡ് ചെയ്തു, അതുപോലെ ബൂളിയൻ ആഡ് ചെയ്തു ഇല്ലേ. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ അറേ ഫീൽഡ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം അറേ ഫീൽഡ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ഇത് ഞാൻ ജോൺ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഞാൻ അതിന്റെ അറേ ഫീൽഡ് ആക്കണം. ഞാൻ ഇങ്ങനെ ഇട്ടാൽ മതി, അത് അറേ ഫീൽഡായി. ഓക്കെ ആണല്ലോ. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പെന്റെ ആവശ്യം വെച്ചാൽ ഇപ്പൊ നമ്മൾ സ്ട്രിംഗ് ഇടുവാണെങ്കിൽ സ്ട്രിംഗ് കൊടുക്കുക, അതുപോലെ നമ്പർ ഇടുവാണെങ്കിൽ നമ്പർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറേ ആണെങ്കിൽ ആരുടെ ഇതിട്ടാൽ മതി, അല്ല അറേ എഴുതിയാലും മതി. ഓക്കെ, എനിക്ക് വേണ്ട വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ ജോണാണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും എഴുതാം, എന്ത് ഡേറ്റ് ഇടാൻ പോകുന്നത്, അറയ്ക്കകത്ത് സ്ട്രിംഗ് ആയിരിക്കും ഇല്ലേ, അറേ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സ്ട്രിംഗ് കൊടുത്താൽ മതി. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഇതുപോലെ ജോണർ എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്, അവിടെ വരാൻ പോകുന്നത് അറേ ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും എന്നാണ്. മനസ്സിലായി? അപ്പൊ നമുക്ക് അത് സ്ട്രിങ്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി അതിനകത്ത് വേണ്ടത് വേറെ ഒരു വലിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്കീം എഴുതിയിട്ട് സ്കീം വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഇതിൽ വെച്ചാൽ ചെയ്യാം സ്ട്രിംഗ് കൊടുക്കും. ഓക്കെ, പിന്നെ നമുക്ക് ബുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ജോണർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ബുക്കിന്റെ ജോണർ ആഡ് ചെയ്യാം. ഇതുവരെ നമ്മൾ അടുത്ത ബുക്കിന്റെ ജോണർ ഇല്ല. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഇത് ചെയ്തതെന്ന് വെച്ചാൽ ബുക്കിനകത്ത് നമ്മൾ ഓതർ എന്ന് പറഞ്ഞ ഒറ്റ ഫീൽഡ് എടുത്തോളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി ഇതല്ല ചെയ്യാം. ഞാൻ ഈ ഡേറ്റ വെച്ചുള്ള ഡേറ്റ ഫുള്ള് ഡിലീറ്റ് ചെയ്യണം. ബുക്കിന്റെ ഡേറ്റ ഒരു ഓതറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓതറിനെ കാണാൻ പറ്റും. ഒരു ഓതർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ ചെയ്തത് നമ്മളിപ്പോൾ റെഫറൻസിങ് പഠിച്ചു. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സാധനമാണ് എംബഡിംഗ് പഠിച്ചു. അടുത്ത പഠിക്കാൻ സാധനമാണ് റെഫറൻസിങ്. ഓക്കെ, അപ്പൊ ഇതെന്താ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് രണ്ട് സ്കീമാണുള്ളത്, അതായത് രണ്ട് കളക്ഷൻ ആണുള്ളത്. ഏത് കളക്ഷനാണ്? ഓതർ കളക്ഷൻ, ബുക്ക് കളക്ഷൻ. ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഒരു ബുക്കിന്റെ ഓതർ ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ നമ്മൾ രണ്ട് കളക്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് അതിന് പകരം വേണമെങ്കിൽ ഓതറിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഓതർ എന്ന് പറഞ്ഞ കളക്ഷനിൽ ഒന്ന് വരിക, നമുക്ക് ബുക്ക് കളക്ഷൻ മാത്രമേ ഉള്ളൂ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ബുക്ക് ആഡ് ചെയ്യുന്നു. ബുക്ക് ആഡ് സമയത്ത് ബുക്കിന് ഇതുപോലെ നമ്മൾ ബുക്ക് സ്കീമർ ചെയ്തതുപോലെ ബുക്കിന് ടൈറ്റിൽ, അതുപോലെ ഓതർ, പ്രൈസ്, എഡിഷൻ, സമ്മറി ഇതെല്ലാം കൊടുത്തു. ഓക്കെ, നമുക്ക് ഓതറിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യും. അത് ഓതറിന്റെ ഇമേജ്. ഒരു യൂസറിന്റെ ഓതറിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്ന ഒരു സൈറ്റാണ് നമ്മുടെ. ഓതറിന് പ്രാധാന്യം കൊടുക്കുന്നത്, ബുക്കിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഓതറിന്റെ ഒരു പേര് മാത്രമല്ല ഒരു ബുക്കിന്റെ ഉണ്ടാകുക. നമ്മൾ ആ ഒരു ബുക്ക് കാണിക്കും, അതിന്റെ താഴെ ഓതർ കാണും. ഓതറെ ക്ലിക്ക് ചെയ്താൽ ഓതറിന്റെ പേജിൽ പോയിട്ട് നമുക്ക് ഓതറിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കാൻ പറ്റും. ഓതറിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ആലോചിക്കുക, നമ്മൾ ആ ഓതറിന്റെ ഡേറ്റ ബുക്കിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ അത് നമുക്ക് ഒറ്റ കളക്ഷനേ ഉള്ളൂ ബുക്ക്. ഓക്കെ, അപ്പം ബുക്കിന് തന്നെ കുറെ ഫീൽഡ് ഉണ്ട്. ടൈറ്റിൽ ഉണ്ട്, പ്രൈസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, സമ്മറി ഉണ്ട്, എഡിഷൻ ഉണ്ട്. ഇങ്ങനെ ബുക്കിന് കുറെ ഫീൽഡ് ഉണ്ട്. അത് ഇത് നമ്മൾ ഓതർ ആണെന്ന് പറയാമല്ലോ. 16 MB എന്ന് പറയുമ്പോൾ ഒരുപാട് ഡേറ്റ എഴുതണം. മനസ്സിലായി? അത് ഇപ്പൊ നമ്മൾ കമന്റ് ബുക്കിന് റിവ്യൂ ആണ് വെച്ചാൽ നമ്മൾ റിവ്യൂ എന്ന് ഫീൽഡ് ആയിട്ട് അവിടെ എത്ര യൂസേഴ്സ് റിവ്യൂ ചെയ്യാം. ഇതൊരു 10,000-20,000 രൂപയ്ക്ക് വന്നാലേ ആ 16 MB ആകത്തുള്ളൂ. അതൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവം ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ ഒരു ബുക്കിന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ ഒരു ഡോക്യുമെന്റ് സെറ്റപ്പ് ചെയ്യില്ല. കാര്യം പ്രശ്നം വരും. അപ്പം ഇങ്ങനെ ആർക്കും ആടിയല്ല, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ലിമിറ്റ് വരും. ഓക്കെ, ഇതിലൊക്കെ വരാം. അത് പറഞ്ഞാൽ അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതുപോലെ ഇത്രയും സാധനം ബുക്കിനുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഇതാടി പറഞ്ഞാൽ ലിമിറ്റ് ആവില്ല. ഓക്കെ, അപ്പം ആ ബുക്കിനകത്ത് എന്തുകൊണ്ട് നമ്മൾ ഓതറിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വെച്ചാൽ ബുക്കിൽ തന്നെ നമുക്ക് ഒറ്റ സ്കീമേ ഉള്ളൂ. എന്ത് ബുക്ക് സ്കീമാണ്. അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ ആദ്യം ഓതറിന്റെ നെയിം,
ഓതറിന്റെ ഇമേജ് ഇല്ല ഒരു ബുക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യും ബുക്കിന്റെ ഡീറ്റെയിൽസ് ആടിയും ഓതറിന്റെ ഡീറ്റെയിൽസ് ആടിയും ഓതർ വേണ്ടി ഓതറിന്റെ നെയിം ആടിയും ഓതർ ഇമേജ് വേണ്ടി ഓതറിന്റെ ഇമേജ് ആടിയും ഓതർ അഡ്രസ് വേണ്ടി ഓതറിന്റെ അഡ്രസ് ആടിയും പിന്നെ ഓതറിന്റെ അവാർഡ്സ് വേണ്ടി ഓതറിന്റെ അപ്പോൾ പിന്നെ ഓതറിനെ പറ്റിയുള്ള റിപ്പോർട്ട് ഇതെല്ലാം ആടിയും അങ്ങനെ ആടിയുമ്പോൾ ഒരു ബുക്കിനകത്ത് തന്നെ ഓതറിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് വന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ബുക്ക് ആടിയാൽ പോകുന്നത് ആഡ് ചെയ്താൽ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു ടൈറ്റിൽ ആടിയുന്നു പ്രൈസ് ആടിയുന്നു ഡിസ്ക്രിപ്ഷൻ സമ്മറി ആടിയുന്നു പബ്ലിക്കേഷൻ ഡേറ്റ് ആടിയുന്നു ഇതൊക്കെ ആടിയുന്നു കൂടുതൽ എന്ത് ആടിയും ഓതർ നെയിം പറഞ്ഞിട്ട് ബെന്യാമിൻ ഓതർ ഇമേജ് പറഞ്ഞിട്ട് ബെന്യാമിൻ ഇമേജ് അവാർഡ്സ് പറഞ്ഞിട്ട് ബെന്യാമിൻ അവാർഡ്സ് ഇല്ലേ. അതുപോലെ വേറെ എന്താ ഇപ്പം എബോട്ട് പറഞ്ഞിട്ട് ബെന്യാമിൻ എബോട്ട് ഇത്ര ആടിയത് ബുക്ക് ആടേ. ഓക്കെ ഞാൻ രണ്ടാമത്തെ ബുക്ക് ആടിയുന്നു. ഞാൻ രണ്ടാമത്തെ ബുക്ക് ആടുന്നത് ബെന്യാമിന്റെ തന്നെ വേറൊരു ബുക്കാണ് എന്ന് വെച്ചോ. ഓക്കെ രണ്ടാമത്തെ ബുക്ക് ആടി വന്നത് ബെന്യാമിന്റെ വേറെ ബുക്കാണ്. മഞ്ഞൾ പറഞ്ഞ എന്തെങ്കിലും ബുക്ക് ആടിയുന്നു. അപ്പോൾ ആടിയുമ്പോൾ ടൈറ്റിൽ കൊടുത്തു പ്രൈസ് കൊടുത്തു അതുപോലെ സമ്മറി കൊടുത്തു ബുക്കിന് സമ്മറി കൊടുത്തു പിന്നെ പബ്ലിക്കേഷൻ ഡേറ്റ് കൊടുത്തു എല്ലാം കൊടുത്തു. ഇനി എന്ത് ചെയ്യണം അതിനകത്ത് ഓതറിന്റെ നെയിം ആടിയാണ് എന്താ അടിയാൻ പോകുന്നത് ബെന്യാമിൻ ഇമേജ് ആടിയണം എന്താ അടിയാൻ പോകുന്നത് ബെന്യാമിന്റെ ഇമേജ് എബോട്ട് ആടിയാണ് എന്താ അടിയാൻ പോകുന്നത് ബെന്യാമിന്റെ എബോട്ട്. അപ്പം എന്ത് ചെയ്തു നമ്മുടെ ഡേറ്റാബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബെന്യാമിന്റെ ഡേറ്റ 2 വട്ടം വന്നു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നു. അപ്പോൾ ബെന്യാമിന്റെ 10 ബുക്ക് ഉണ്ടെങ്കിൽ ബെന്യാമിന്റെ അതേ ഡേറ്റ 10 വട്ടം വരും. ഓക്കെ ഇത് പ്രശ്നമാണെന്ന് ആണെന്ന് തോന്നുന്നുണ്ടോ വെറുതെ സ്പേസ് പോവാം. ഇങ്ങനെ നമ്മൾ പല ഓതേഴ്സിന്റെ 10 ബുക്ക് ചാടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും ഇപ്പം 10 ഓതേഴ്സ് ഉണ്ടാവുള്ളൂ അവരുടെ 100 ഡേറ്റാണ് ഇല്ല പിന്നെ ആദ്യത്തെ വരും. അപ്പൊ അങ്ങനെ കുറെ ഡ്യൂപ്ലിക്കേഷൻസ് വരും. അപ്പൊ നമ്മുടെ ഡേറ്റാബേസിന്റെ സ്പേസ് വെറുതെ പോകും. ഈ പ്രശ്നം മനസ്സിലായോ. അഡ്രസ് ഒക്കെ കുഴപ്പമില്ല അത് നമ്മൾ അവിടെ തന്നെ എവിടെ കാര്യം വേറെ യൂസറിന് വേറെ അഡ്രസ് ആയിരിക്കും. ഇവിടെ ചില ഡേറ്റാസ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരും. ഈ ഒരു കേസ് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാവും ഇവിടെ വരുന്നില്ലേ. ഓക്കെ അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് റെഫറൻസിങ്. ഓക്കെ ഇപ്പൊ റെഫറൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഈ എന്താ പറയും ബുക്കിന് വേണ്ടി ഒരു കളക്ഷൻ എഴുതും ഓതറിനെ. അപ്പോൾ ഓതർ എന്ന് പറഞ്ഞ ഡേറ്റ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആവും നമുക്കറിയാം. അപ്പൊ നമ്മൾ ഓതറിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഓരോ ബുക്കിലും ഓതർ ആടിയില്ല പകരം നമ്മൾ ഓതറിനെ വേറൊരു കളക്ഷൻ എഴുതും 2 കളക്ഷൻ. ഓക്കെ എന്നിട്ട് നമ്മൾ ആദ്യം ഓതറിനെ ആടിയും ബെന്യാമിൻ പറഞ്ഞ ഓതറിനെ ആടി നമ്മൾ ആടിയാൽ ബെന്യാമിന്റെ ബുക്സ് വെച്ചോ ബെന്യാമിൻ പറഞ്ഞ ഓതറിനെ ആടി. അപ്പൊ നമ്മുടെ ഓതർ കളക്ഷനകത്ത് ഒരു ഓതർ ആടായി. ഓക്കെ ആ ഓതറിന്റെ കാണും നെയിം കാണും ഇമേജ് കാണും കുറെ ഡീറ്റെയിൽസ് കാണും ഐ ഡി കാണും. ഓക്കെ ആണല്ലോ ബെന്യാമിന്റെ ഒരു ഡീറ്റെയിൽസ് ബെന്യാമിന്റെ ഒരു ഡേറ്റ ആടായിട്ടുണ്ട്. ഓക്കെ ഇനി ഞാൻ ബെന്യാമിന്റെ ബുക്ക് ആടിയാന്ന് വെച്ചാൽ അപ്പൊ ബെന്യാമിന്റെ ഡേറ്റ കിടക്കുന്ന എവിടെയാ ഓതർ കളക്ഷനിൽ ബുക്ക് ആടിയുന്ന എവിടെയാ ബുക്ക് കളക്ഷനിൽ അല്ലേ. അപ്പൊ ഞാൻ ബുക്ക് ആടിയുമ്പോൾ ടൈറ്റിൽ ആടിയും പ്രൈസ് ആടി എല്ലാം ആടി എന്നിട്ട് ബുക്കിന് ഓതർ ആണല്ലോ നമ്മൾ ലിങ്ക് ചെയ്യണം. അതായത് ഈ ബുക്കിന്റെ ഓതർ നമ്മളവിടെ ബുക്കിന്റെ ഡേറ്റക്കകത്ത് ആടിയാണല്ലോ. അപ്പൊ ഞാൻ അവിടെ ആടിയെന്ന് വെച്ചാൽ ഓതർ എന്ന് പറഞ്ഞിട്ട് ഫീൽഡ് എന്നിട്ട് ഞാൻ അവിടെ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഓതർ കളക്ഷനിലുള്ള ആ ഓതറിന്റെ ഐ ഡി ആയിരിക്കും. അതായത് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ആടിയില്ല പകരം ബുക്ക് കളക്ഷനകത്ത് എന്ത് ഓതർ എന്ന് പറഞ്ഞ ഫീൽഡിൽ ഒരു ഐ ഡി ആണ്. ഈ ഐ ഡി റെപ്രസെന്റ് ചെയ്യുന്ന ആരെയാ ഓതർ കളക്ഷൻ ഉള്ള ഒരു ഓതറിനെ. ഓക്കെ അങ്ങനെ ഞാൻ ബെന്യാമിന്റെ 10 ബുക്ക് ആടിയെന്ന് വെച്ചാൽ ഈ 10 ബുക്കിൽ പോകുന്ന എന്താ ഐ ഡി മാത്രം വേറെ ഒരു ഐ ഡി ഡ്യൂപ്ലിക്കേറ്റ് വരും അത് വരായിരിക്കാൻ പറ്റില്ല. ബാക്കി ഒരു ഡീറ്റെയിൽസും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നില്ല. മനസ്സിലായോ പറഞ്ഞാൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റെഫറൻസിങ് എന്ന് പറയുന്നത്. അത് വേറൊരു കളക്ഷനിൽ എഴുതിയിട്ട് അതിന്റെ റെഫറൻസ് കൊണ്ടുവന്നു. ഓക്കെ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആയി ഡ്യൂപ്ലിക്കേഷൻ ഒഴിവായി ഒറ്റ ആ ഡേറ്റ വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും നമ്മൾ റെഫറൻസ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ബുക്കിനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കോൾ ചെയ്യുന്ന സമയത്ത് ആ ബുക്കിന്റെ റെഫറൻസ് ഉള്ള ഓതർ ഉണ്ടല്ലോ അയാളുടെ കളക്ഷൻ കൂടെ ഫെച്ച് ചെയ്തോട്ട് വരാം. അത് നമുക്ക് ഫെച്ച് ചെയ്യുമ്പോൾ മൊത്തം ഡേറ്റ കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഫുൾ ഡേറ്റ കിട്ടുകയും ചെയ്യും. അതുപോലെ സേവ് ആവുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവുന്നില്ല. ഇങ്ങനെ വരാൻ വേണ്ടിയാണ് നമ്മൾ റെഫറൻസിങ് ഉപയോഗിക്കുക. ഐ ഡി നമുക്ക് ഓക്കെ ഇനി ഒന്ന് വായിച്ചു നോക്കിയേ നമുക്ക് റെഫറൻസ് ചെയ്യാം വായിച്ചു നോക്കാം. അതോ അതെ അവൻ വീട്ടിൽ നിന്ന് ബിരിയാണി ഉണ്ടോ തലേവന്ത ഞാൻ കഴിക്കത്തില്ല ഇന്നലത്തെ ബിരിയാണി. ഓക്കെ അതെന്താ വെച്ചാല് കഴിച്ചോ. ഓക്കെ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ റിലേഷൻഷിപ്പ് ഓക്കെ അത് പറഞ്ഞില്ല നമ്മൾ പറഞ്ഞ എംബഡിങ് റെഫറൻസിംഗ് പറഞ്ഞ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു എന്താ 2 കളക്ഷൻ ഉണ്ടെങ്കിൽ ഈ 2 കളക്ഷൻ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞ സീനറി നമ്മളാണ് ചെയ്തത് അല്ലേ. നമുക്ക് ബുക്ക് ഉണ്ട് ഓതർ ഉണ്ട് അപ്പൊ നമ്മൾ കണക്ട് ചെയ്യാം. അപ്പം ഈ കണക്ട് ചെയ്യുന്നതിന് 3 രീതി നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ അപ്പൊ അതെങ്ങനെ നോക്കാം. അതിനോട് പറഞ്ഞ റിലേഷൻഷിപ്പ്. ഓക്കെ ഒന്നാമതാണ് 1-to-1 റിലേഷൻ. ഓക്കെ അപ്പൊ എന്താ നോക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് 2 കളക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ 2 കളക്ഷനും ഡേറ്റ ചെയ്തിട്ട് ഈ 2 കളക്ഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ബുക്ക് ഓതറും കണക്ട് ചെയ്ത പോലെ. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുണ്ട് എന്താ ആ ഡേറ്റ ഡ്യൂപ്ലിക്കേറ്റ് ആവരുത് ഇല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് തന്നെ 3 രീതിയുണ്ട്. ഒന്നാണ് 1-to-1 പിന്നെ നമ്മൾ 1-to-1 റിലേഷൻ എന്ന് പറയും. കണക്ട് ആവുന്ന റിലേഷന് 1-to-1 റിലേഷൻ എന്ന് പറയാം. ഓക്കെ അതെന്താ വെച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ അറിയാം. നമുക്ക് ഇതിൽ 2 കളക്ഷൻ ഉണ്ട്. ഓക്കെ ഒരു കളക്ഷൻ പേഴ്സൺ ഒരു കളക്ഷൻ പാസ്പോർട്ട്. ഓക്കെ ആണല്ലോ പേഴ്സൺ ഉണ്ട് പാസ്പോർട്ട് ഉണ്ട്. ഓക്കെ അപ്പൊ നമ്മൾ പേഴ്സണിന്റെ ഡീറ്റെയിൽസ് മൊത്തം പേഴ്സൺ കളക്ഷനിൽ ആഡ് ചെയ്തു പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് മൊത്തം പാസ്പോർട്ട് കളക്ഷനിൽ ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ ഓക്കെ പാസ്പോർട്ട് പറഞ്ഞാൽ ഈ പേഴ്സൺസിന്റെ പാസ്പോർട്ട് ആയിരിക്കും. ഓക്കെ അപ്പൊ നമ്മൾ ലിങ്ക് ചെയ്യാൻ വെച്ചോ. ഓക്കെ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു പേഴ്സണിന് ആ ഒരു പാസ്പോർട്ട് കളക്ഷനിൽ എത്ര പാസ്പോർട്ട് കാണും ഒരു പാസ്പോർട്ടേ കാണുള്ളൂ. ഓക്കെ ഒരു പാസ്പോർട്ടിന് എത്ര പേഴ്സൺ കാണും ഇപ്പത്തെ ഒരു പേഴ്സൺ. അത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് കണക്ഷൻ ആലോചിക്കുന്നത് 2 ഇങ്ങനെ കളക്ഷൻ ചെയ്തിട്ട് അങ്ങോട്ട് വരയ്ക്കാൻ ആലോചിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് വരച്ചാലും നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സൺ നമ്മൾ വരച്ചു തുടങ്ങിയാൽ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒറ്റ പാസ്പോർട്ടിലേക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റും. മാച്ച് ചെയ്യുന്ന ഒരു പാസ്പോർട്ട് ഉണ്ടാവും. അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വരയ്ക്കുമ്പോഴും ഇവിടുന്ന് അവിടുത്തെ ഒരു പാസ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ ഇങ്ങനെ വരയ്ക്കുന്നതാണ് 1-to-1 എന്ന് പറയാം.
ഒരു പേഴ്സൺ ഒരു പാസ്പോർട്ട് ഈ 1 to 1 വരുമ്പോൾ ആക്ച്വലി നമുക്ക് ഇങ്ങനെ 2 കളക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം, എംബഡ് ചെയ്യാം. നമ്മൾ അഡ്രസ് ചെയ്തില്ലേ, ഒരു പേഴ്സൺ ഒരു അഡ്രസ് അല്ലേ, ഒരു ഓതറിന് ഒരു അഡ്രസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 കളക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നില്ല. ഇല്ലേ, ഒരു പേഴ്സൺ ഒരു പാസ്പോർട്ട് ഉണ്ടാവും, മനസ്സിലായി പറഞ്ഞേ. ഒന്നിക്കുള്ളിൽ വരുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എംബഡ് ചെയ്യുക, ഒരു പ്രിഫറൻസ് ചെയ്യാം. ഇവിടെ നമുക്ക് എംബഡ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ചില കേസുകളിലൊക്കെ പാസ്പോർട്ട് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യണം, പേഴ്സണെ സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് 2 കളക്ഷൻ ചെയ്യണം. ഇല്ലേ, എന്തൊക്കെ ചെയ്യാം, പേഴ്സൺസിനെ മാത്രം മതിയെങ്കിൽ പേഴ്സൺ കളക്ഷൻ നിന്ന് കോൾ ചെയ്യാം, പാസ്പോർട്ട് മാത്രം മതിയെങ്കിൽ പാസ്പോർട്ട് കളക്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് കൊടുക്കാൻ കാര്യം എന്താ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു കളക്ഷനകത്ത് പേഴ്സന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. അവിടെ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫീൽഡ് കാണും, അവിടെ നമ്മൾ കണക്ട് ചെയ്ത പാസ്പോർട്ട് ഐഡി ആയിരിക്കും. അങ്ങനെ കണക്ട് ചെയ്ത റെഫറൻസിംഗ് ആയി. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ പേഴ്സണിനെയും പാസ്പോർട്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അതാണ് 1 to 1 റിലേഷൻ നമുക്ക് എംബഡിംഗ് ആക്കാം വേണമെങ്കിൽ. അതാണ് ബെറ്റർ. ഇൻ കേസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇങ്ങനെ 2 കളക്ഷൻ കഴിഞ്ഞാൽ. ഇവിടെ ആ ഡ്യൂപ്ലിക്കേഷന്റെ പ്രശ്നം കൊണ്ടല്ല 2 കളക്ഷൻ ആക്കുന്നത്, സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യണമെങ്കിലാണ്. മനസ്സിലാവും, ഇതാണ് 1 to 1 റിലേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് തീരെയായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളല്ലാതെ റെഫറൻസ് ചെയ്യുന്നില്ല, ഒരു സ്റ്റെപ്പ് തന്നെയാണ്. മനസ്സിലായത്? അതുകൊണ്ടായത് അടുത്താണെന്ത് 1 to many റിലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുക്കിന്റെ ഓതറിന്റെ കേസിൽ അത് 1 to many ആണ് ആക്ച്വലി. ഓക്കെ, അതായത് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ബുക്കിന്റെ കളക്ഷൻ എപ്പോൾ തരുന്നു, നമ്മൾ ഓതറിന്റെ കളക്ഷൻ എപ്പോൾ തരുന്നു. ഒരു ബുക്കിന് എത്ര ഓതർ, ഒരു ബുക്കിൽ നിന്ന് അങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ എത്ര ഓതർ വരും, ഒരു ഓതർ. ചില ബുക്കിനൊക്കെ ഒന്നിക്കുള്ള ഓതർ സൈഡ് ബുക്ക് ഉണ്ട്, അത് വിട്ടേക്കാം. സാധാരണ നോർമൽ കേസുള്ള കാര്യമായിരിക്കാം. നമ്മൾ ഒരു ബുക്കിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരു ബുക്കിന് ഒരു ഓതർ കാണും. നമ്മുടെ ആ ഓതർ കളക്ഷനിലെ ഏതെങ്കിലും ഒരു ഓതറിലേക്കായിരിക്കും അത് പോയി ചെയ്യാം. ഓക്കെ ആണല്ലോ, 1 ഇല്ലേ. ഇനി നമ്മൾ ഓതർ ചെയ്ത് തിരിച്ച് ബുക്കിലേക്ക് വരയ്ക്കാൻ വെച്ചോ, അപ്പോൾ ഒരു ഓതറിന് എത്ര ബുക്ക് വരാം, എത്ര വേണേലും വരാം. നമുക്ക് ഈ ഓതർ ചിലപ്പോൾ ബെന്യാമിന്റെ ആണെങ്കിൽ ആദ്യത്തെ ബുക്ക് ബെന്യാമിന്റെ ആയിരിക്കും, 7ാമത്തെ ബുക്ക് ബെന്യാമിന്റെ ആയിരിക്കും, 10ാമത്തെ ബുക്ക് ബെന്യാമിന്റെ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് നമുക്ക് വരയ്ക്കാം. ഇല്ലേ, അപ്പോൾ ഇവിടുന്ന് അതായത് ബുക്കിൽ നിന്ന് ഓതറിലോട്ട് വരയ്ക്കുമ്പോൾ 1ഉം ഓതറിൽ നിന്ന് ബുക്കിലോട്ട് വരയ്ക്കുമ്പോൾ മിനിയും. അതാണ് 1 to many എന്ന് പറയുന്നത്. മനസ്സിലായോ? ബുക്കിൽ നിന്ന് ഓതറിലോട്ട് വരയ്ക്കുമ്പോൾ 1, അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ മിനി. അതാണ് 1 to many. 1 to many റിലേഷൻ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേസിൽ ഇതാണ്. അപ്പോൾ ഈ 1 to many റിലേഷൻഷിപ്പിൽ അപ്പോൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ബുക്കിനെ ഓതർ കണക്ട് ചെയ്യണം, ഓതറിനെ ബുക്കിൽ കണക്ട് ചെയ്യണം. ഇങ്ങനെ ഇത് വരുമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും ബെറ്റർ, അത് ബുക്കിനെ നമുക്ക് വേണമെങ്കിൽ ബുക്കിനെ ഓതർ കണക്ട് ചെയ്യാം. എന്തായാലും 2 കളക്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബുക്കിനെ ഓതർ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓതറിനെ ബുക്കിൽ കണക്ട് ചെയ്യാം. നമ്മൾ ഏത് കണക്ട് ചെയ്യുന്നതാണ് ബെറ്റർ? കാര്യം എന്താ, അത് നീ ഉദ്ദേശിക്കുന്നത് ബുക്കിൽ ഓതറിനെ കണക്ട് ചെയ്യുന്നില്ല ചോദിച്ചത്, അതോ ഓതറിലേക്ക് ബുക്കിനെ കണക്ട് ചെയ്യണം? നീ പറഞ്ഞപ്പോൾ തിരിഞ്ഞാൽ ഓതറിലേക്ക് ബുക്കിനെ കണക്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നീ മനസ്സിലാക്കുക, ഓതറിലേക്ക് ബുക്കിനെ കണക്ട് ചെയ്യുക. ഓതറിന്റെ നെയിം ഉണ്ട്, പിന്നെ അതുപോലെ എന്താ അഡ്രസ് ഉണ്ട്, ബുക്ക് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ട്. ഒരു ഓതറിന് എത്ര ബുക്ക് വരാം, അപ്പൊ നീ അവിടെ എങ്ങനെ കണക്ട് ചെയ്യും? ബുക്ക് എന്ന് പറഞ്ഞിട്ട് നീ എന്താ കൊടുക്കുക, അവിടെ ഒത്തിരി ബുക്ക് വരാലോ. ആ ഫീൽഡിൽ നമുക്ക് ഒന്നിക്കുള്ള ബുക്ക് ആഡ് ചെയ്യാലോ. അപ്പൊ ആ ഫീൽഡിൽ നീ എന്തായിരിക്കും എഴുതുക, അത് ഒരു ഓതർ ആഡ് ചെയ്യാൻ വെച്ചോ. ഈ ഓതറിന് 10 ബുക്ക് ഉണ്ട്. അപ്പോൾ ഓതറിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ഓതറിന്റെ ഇത്ര സംഖ്യ എഴുതും. പിന്നെ എന്തുകൊണ്ട് ബുക്ക് കൂടെ ഉണ്ടാവും. ഈ ബുക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ബുക്സാ, ഒന്നിക്കുള്ള ബുക്ക് അല്ല. അപ്പൊ ഇതെങ്ങനെ ആഡ് ചെയ്യും? ഇത് നോക്കിയേ, ഇപ്പൊ ഈ കേസ് ആണെങ്കിൽ മനസ്സിലായിട്ട് പ്രശ്നം. അതായത് ഒരു ഓതറിന് തന്നെ ഒത്തിരി ബുക്ക് വരാം. അപ്പൊ ആ ഒത്തിരി ബുക്ക് നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് എന്റെ ചോദ്യം. ഓക്കെ, ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ബുക്സ് ആദ്യം ആഡ് ചെയ്യാം, എന്നിട്ട് ഇവിടെ ഓതറിലേക്ക് ബുക്ക് കണ്ടുമ്പോൾ അറയായിട്ട് ഓരോ ഐഡീസ് കണക്ട് ചെയ്യാം. ഇതൊരു ബുക്കിന്റെ ഐഡി, ഇത് ബുക്കിന്റെ ഐഡി. ഇത് കുറച്ച് കോംപ്ലക്സ് ആണ്. ഇത് ചെയ്താലും ഓക്കെ ആണ്, ഇതും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ആപ്ലിക്കേഷൻ അതിന്റെ മെയിൻ ആരാ, ബുക്കാണ്. നമ്മൾ ബുക്കിനാണ് എപ്പോഴും ഗെറ്റ് ചെയ്യുക. നമുക്കൊരു ബുക്ക് വേണം, കുറെ ബുക്സ് വേണമെങ്കിൽ നമ്മൾ ഓതറിനെ വിളിച്ചിട്ട് പിന്നെ ബുക്ക് എടുക്കേണ്ടി വരും. ഇല്ലേ, അതിന് നമുക്ക് ബുക്ക് വേണമെന്നില്ല. ഇപ്പോൾ ഒരു ഓതറിന്റെ ബേസ് ബുക്ക് വേണമെങ്കിൽ അതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. അത് ബുക്സ് ലിസ്റ്റ് ചെയ്യാൻ പറ്റണം, ഓതറിന്റെ പേര് വെച്ചിട്ട് ബുക്സിനെ സോർട്ട് ചെയ്യാൻ പറ്റണം, ഫിൽറ്റർ ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ബുക്കിലേക്ക് ഓതറിനെ കണക്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ എന്താ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് ഓതർ ഒരു ഫീൽഡ് കൊടുത്താൽ മതി അല്ലേ. എന്നിട്ട് ആ ഫീൽഡിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഓതർ കളക്ഷനുള്ള ഏതെങ്കിലും ഓതറിന്റെ ഐഡി കൊടുത്താൽ കഴിഞ്ഞു. അങ്ങനെ ഓരോ കാര്യം അങ്ങനെ എഴുതുക. ഇതാണ് എളുപ്പം, വർക്ക് ചെയ്യുക, രണ്ടും വർക്കാവും. അപ്പോൾ നമ്മൾ അവിടെ ഏറ്റവും നമുക്ക് എന്താ യൂസ് ചെയ്യാനുള്ള എളുപ്പം ഏതാ നോക്കിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. മറ്റേ പ്രശ്നം തിരിച്ചു കട്ട് ചെയ്യുമ്പോൾ അപ്പം അത് പ്രശ്നമല്ല, നമ്മൾ അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ അവിടെ എക്സ്ട്രാ ക്വറി എഴുതണം. പിന്നെ ഗെറ്റ് ചെയ്യുമ്പോൾ ഓതറിന്റെ ഐഡിയാണ് പോസ്റ്റ് ചെയ്യുക. അതായത് ആദ്യം ഒരു ഓതറിനെ പോസ്റ്റ് ചെയ്യണം. ഒരു ഓതറിനെ ആഡ് ചെയ്താൽ ബുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ബുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഓതർ നമ്മുടെ ഓതർ കളക്ഷൻ ഉണ്ടാവണം. ഓതർ കളക്ഷൻ ഉള്ള ഒരു ഓതറിന്റെ ഐഡിയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക. ഐഡി നമ്മൾ ഗെറ്റ് ചെയ്യണം. ഫ്രണ്ടിന് ചെയ്യുമ്പോൾ ഇതൊക്കെ സിമ്പിൾ ആഡ് ചെയ്യാം. കാര്യം അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരച്ചിട്ട് നമുക്ക് ആക്കാം. അതാണ് നിങ്ങൾ വീഡിയോ തരാൻ പറഞ്ഞത്. നമുക്ക് അത് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബുക്കിനകത്ത് നമ്മൾ ലോൺ എഴുതി, അത് നമ്മൾ ഒരെണ്ണം വിട്ടുപോയി. ഒരു നമ്മൾ ഡേറ്റ് പറഞ്ഞു, നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കീമയ്ക്കകത്ത് നമുക്ക് ഒരുപാട് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യാം. അതിലൊന്നാണ് സ്ട്രിംഗ് നമ്പർ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറയുന്നത് മിക്സർ ഓർമ്മയുണ്ടോ, മിക്സർ എന്ന് പറയുന്നത് നമ്മൾ അറേ യൂസ് ചെയ്ത് ഒബ്ജക്റ്റ് യൂസ് ചെയ്തു. ഓക്കെ, മിക്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് വരാമെന്നാണ് അതിന്റെ അർത്ഥം. നമ്പർ വേണമെങ്കിൽ നമ്പർ ഇടാം, ബുളിയൻ വേണമെങ്കിൽ ബുളിയൻ ഇടാം. ഓക്കെ, അപ്പം അതിനുവേണ്ടി ഞാൻ കീ കൊടുക്കുന്നത് മെറ്റ മീൻസ് എക്സ്ട്രാ ഡേറ്റ എന്നുള്ള. ഓക്കെയാണ് മെറ്റ. ഞാൻ മെറ്റ ഫീൽഡ് അപ്പം എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഡേറ്റ ബുക്കിനെ പറ്റി ആഡ് ചെയ്യണമെങ്കിൽ മെറ്റ ഫീൽഡ് ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ ചിലപ്പോൾ മെറ്റ ഫീൽഡ് ചിലപ്പോൾ അയാൾ ആഡ് ചെയ്യുന്ന ബുക്കിന്റെ എന്തെങ്കിലും നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെപ്പറ്റി ഡിസ്കഷൻ ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ബുളിയൻ ആയിരിക്കാം, എന്തും ആഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ വരുന്ന ഡേറ്റ ടൈപ്പ് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് മിക്സർ ആണ്. അപ്പോൾ മിക്സർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് ജാവാസ്ക്രിപ്റ്റിൽ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അത് നമ്മുടെ മോങ്കൂസിൽ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട നമ്മുടെ സ്കീമ ഉണ്ടല്ലോ, സ്കീമ ഡോട്ട് ടൈപ്സ് ഡോട്ട് മിക്സർ എന്ന് വിളിക്കാം. ഇത് നമ്മൾ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ ടൈപ്പ്. അപ്പോൾ അത് മനസ്സിലായിക്കോളും ഇവിടെ എന്തും ആഡ് ചെയ്യാം. അതാണ് ഈ ഫീൽഡ്. നോക്കിയാൽ നമ്മളിവിടെ ടൈറ്റിൽ ആഡ് ചെയ്ത് ഓതർ ആഡ് ചെയ്ത്, അപ്പോൾ ഓതർ നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോകാം. പ്രൈസ് ആഡ് ചെയ്ത്, എഡിഷൻ ആഡ് ചെയ്ത്, സമ്മറി, പിന്നെ അതുപോലെ പബ്ലിക്കേഷൻ കുറേ ആഡ് ചെയ്തു മെറ്റ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഓതർ എന്ന് പറഞ്ഞ ഫീൽഡ് എന്ത് ഫീൽഡാണ് ശരിക്കും നമ്മുടെ ഓതർ എന്ന് പറയുന്ന കളക്ഷനിലേക്കുള്ള റെഫറൻസാണ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ സ്കീമയിൽ അത് പറഞ്ഞു കൊടുക്കണം. ഈ ഓദർ എന്ന് പറഞ്ഞ ഫീൽഡിൽ ചുമ്മാ എന്തെങ്കിലും ഡേറ്റ അല്ല വേണ്ടത്, അവിടെ വേണ്ടത് കളക്ഷനിലുള്ള ഓദർ കളക്ഷനുള്ള ഏതോ ഒരു ഓദറിന്റെ ഐഡിയ ആണ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. ആദ്യം ഓദർ സ്കീം എഴുതണം. നമ്മൾ എഴുതിയിട്ടുണ്ട് ഓദർ സ്കീം. ഓക്കെ, ഇവിടെ നമ്മൾ വരിക, എന്നിട്ട് നമ്മൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ബുക്കിന്റെ സ്കീമിൽ വേണ്ടി ഇവിടെ സ്ട്രിംഗ് അല്ല, പകരം ഇവിടെ വേറെ ടൈപ്പാണ്. ഇവിടെ നമ്മൾ ആദ്യം വന്നിട്ട് കൊടുക്കണം ടൈപ്പ്. ഇവിടെ എന്താ വരാൻ പോകുന്നത്? ഒബ്ജക്റ്റ് ഐഡി ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഐഡി എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് എന്തില്ല, നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? സ്കീമ ഡോട്ട് ടൈപ്സ് ഡോട്ട് ഒബ്ജക്റ്റ് ഐഡി. ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ഇത് ഏതെങ്കിലും ഒരു ഐഡിയ അല്ല, പകരം ഇത് ഓദർ എന്ന് പറയുന്ന കളക്ഷനിലുള്ള ഓദറിന്റെ ഐഡിയ തന്നെ ആവണം അല്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന കീയാണ് റെഫ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് റെഫ് എന്ന് പറഞ്ഞിട്ട് സാധനം റെഫ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണം ഇത് ഏത് കളക്ഷനിലെ റെഫറൻസ് ആണ്, ഏത് കളക്ഷനിലെ ഓദർ കളക്ഷൻ. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട പേര് എന്താ വെച്ചാൽ ഇവിടെ കൊടുത്തേക്കുന്ന പേര്. ഇവിടെ നമ്മൾ എന്താണ് കൊടുത്തത് അത് വേണം അവിടെ കൊടുക്കാൻ. വേറെ എന്ത് ചുമ്മാ ഓദർ കൊടുത്ത കാര്യമില്ല. ഇവിടെ എന്ത് കൊടുത്തോ അത് വേണം ഇവിടെ കൊടുക്കാൻ. ഞാൻ കൊടുക്കുന്നു ഓദേഴ്സ്. ഇപ്പം അത് റെഫറൻസ് ആയി. ഇനി ഈ ഫീൽഡ് നമുക്ക് ചുമ്മാ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഓദർ കളക്ഷനുള്ള ഏതെങ്കിലും ഓദറിന്റെ ഐഡിയ തന്നെ ആവണം. ചുമ്മാ ഒരു ഐഡിയ ആഡ് ചെയ്താൽ വേറെ അടിക്കും, ആഡ് ആവില്ല. ഇതെപ്പോഴും നമ്മൾ ഈ ബുക്ക് പോസ്റ്റ് ചെക്ക് ചെയ്യും, ഈ ഐഡിയയിൽ ഓദർ ശരിക്കും ഓദർ കളക്ഷൻ ഉണ്ടോ. മനസ്സിലായോ? അപ്പൊ നോക്കാം, ആഡ് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഞാൻ ബുക്ക് എല്ലാം കളഞ്ഞു. ഇപ്പൊ നമ്മുടെ ഒരു ഓദറിനെ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഓദറിന്റെ ഐഡി കോപ്പി ആണ്. നമ്മൾ ബാക്ക് എൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് കോപ്പി ഒക്കെ ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന സെറ്റപ്പ് നമ്മൾ ആക്കും. നമുക്ക് പേര് ചൂസ് ചെയ്യാൻ രീതിയിൽ ഒരു സെലക്ട് ബോക്സ് ഒക്കെ ആക്കും. ഇവിടെ നൽകാം. ഞാൻ ഓദറിനെ ഗെറ്റ് ചെയ്തു. നമുക്ക് ഓദറിനെ കിട്ടി. ഞാൻ ബുക്ക് ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ബുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ബുക്കിന്റെ പോസ്റ്റ് എടുക്കുന്നു. എന്നിട്ട് ഓദറിന്റെ ഫീൽഡ് നമുക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് കൊടുക്കാം പ്രൈസ് എഡിഷൻ. അപ്ഡേഷനിലേക്ക് വെറുതെ കിടക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യണം? ഓദറിന്റെ ഐഡിയ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓദറിന്റെ ഐഡി ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ബെന്യാമിനാണ്, നമ്മൾ കോപ്പി ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ബുക്കിന്റെ പോസ്റ്റിൽ അത് പേസ്റ്റ് ചെയ്യാം. ഓദർ എന്നുണ്ട് നമ്മൾ ആ ഒരു ഓദറിന്റെ ഐഡി പേസ്റ്റ് ചെയ്തു. എല്ലായി. ഓക്കെ, ഇനി നമുക്ക് കുറെ ഉണ്ടല്ലോ, ബാക്കിയുണ്ടല്ലോ. നമ്മൾ വേറെ എന്തൊക്കെ ആഡ് ചെയ്തായിരുന്നു സ്കീമിൽ? ജെൻഡർ എന്ന് പറയും, ജോണ്ടർ എന്ന് പറയും, പല പ്രൊണൗൺസിയേഷൻ അത്. അപ്പൊ നമ്മൾ അത് അറേ ഫീൽഡ് അല്ലേ, അറേ ഓഫ് സ്ട്രിങ്സ് ആണ്. ഓക്കെ, നോവൽ ഓക്കെ ഞാൻ കൊടുത്തു. ഇനി അടുത്തത് മെറ്റ അല്ലേ, നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കാം. ഞാൻ ചുമ്മാ എന്തെങ്കിലും കൊടുത്തു. ഞാനത് പോസ്റ്റ് ചെയ്യാൻ പോവാം. ഒരു ബുക്ക് ആടായി. ഓക്കെ ആണല്ലോ. ഞാൻ ഇവിടെ വന്നിട്ട് ബുക്കിനെ ഗെറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ബുക്ക് ഓക്കെ നമ്മൾ ഫിൽറ്റർ മാറ്റാം. ബുക്ക് കിട്ടി. അപ്പൊ ബുക്ക് കിട്ടിയപ്പോൾ നോക്കിയാൽ നമ്മൾ ബുക്കിനെ ഗെറ്റ് ചെയ്ത് നോക്കിയാൽ നോക്കിയേ ഐ ഡി, ടൈറ്റിൽ, ഓദർ ഐ ഡി ആണ് വന്നേക്കുന്നത്. ഓക്കെ, പ്രൈസ്, എഡിഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വന്നു. നമ്മൾ വെറുതെ ഗെറ്റ് ചെയ്താൽ നമുക്ക് ഐ ഡി മാത്രമേ കിട്ടുള്ളൂ. ഓദറിന്റെ സ്ഥാനത്ത് നമുക്ക് അവിടെ എന്താ വേണ്ടേ? നമ്മൾ ഗെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഓദറിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ വരണം. ഓക്കെ, അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ഗെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുക്കിന്റെ ഗെറ്റ് നോക്കിയപ്പം ഡോട്ട് ഫൈൻഡ് ആണ്. ഓക്കെ ആണല്ലോ. വെറുതെ ഫൈൻഡ് ചെയ്താൽ അത് കിട്ടും. ബുക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ബുക്കിന്റെ ഡീറ്റെയിൽസിനകത്ത് ശരിക്കും സ്റ്റോർ ആയിരിക്കുന്നത് എന്താ? നമ്മുടെ ഓദർ ഐ ഡി ആണ്. നമുക്ക് നോക്കാം. ഓദറിന്റെ സ്ഥാനത്ത് ഓദർ ഐ ഡി ആണ്. എന്റെ ആവശ്യം ഈ ഓദർ ഐ ഡി ശരിക്കും ഓദർ കളക്ഷനിലുള്ള ഏതൊരു ഓദറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐ ഡി ആണ്. അപ്പൊ എനിക്ക് ബുക്കിനെ ഗെറ്റ് ചെയ്യുമ്പോൾ ആ കളക്ഷനിൽ പോയിട്ട് ആ ശരിക്കുള്ള ഓദറിന്റെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് വരണം എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്താ വെച്ചാൽ ഒരു ഫയൽ എടുക്കുക. അതിനുശേഷം ഷോർട്ട് അക്കൗണ്ട് ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഒരു ഡോട്ട് പോപ്പുലേറ്റ് എന്ന് പറയുന്നത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പോപ്പുലേറ്റ് എന്ന് കൊടുക്കുക. നമുക്ക് ഏത് ഫീൽഡാണ് പോപ്പുലേറ്റ് മീൻസ് ഫുൾ ഡീറ്റെയിൽസ് എടുക്കേണ്ടത്. ഏത് ഫീൽഡിന്റെ വേണ്ടേ? അപ്പം അത് നമ്മുടെ ബുക്ക് സ്കീമയിൽ എന്താണോ ആ ഫീൽഡിന്റെ പേര് അത് വേണം കോപ്പി ചെയ്യാൻ. എന്നിട്ട് നമ്മളിവിടെ പോപ്പുലേറ്റിൽ അത് കൊടുക്കാം. കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ അവിടെ വേണ്ട സെൻഡ് അടിക്കുകയാണെങ്കിൽ ഓദറിന്റെ സ്ഥാനത്ത് എനിക്ക് എന്താ കിട്ടുക? ഫുൾ ഡീറ്റെയിൽസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളത്
വേറെ കളക്ഷൻ ഇടുകയും ചെയ്തു. നമ്മൾ ഇവിടെ ഗെറ്റ് ചെയ്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്തു. മനസ്സിലായി? അപ്പൊ എന്തോ അത് നമുക്ക് ഇതിനകത്ത് എടുക്കേണ്ടി വരും. അത് നീ മാത്രം മതി, നിനക്ക് നീ മാത്രം മതി, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം നിനക്കിപ്പം ഓർഡർ കൊടുത്തു. ഓക്കെ, അത് ഒരു ഓപ്ഷൻ സെലക്ട് ഒരു സെക്കൻഡ് നോക്കട്ടെ. ഫീൽഡ് സ്ലൈഡിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് തന്നെ പാത്താണ്. പാത്ത് ഓർഡർ സെലക്ട് ഐ ഡി എന്തായാലും വരും. നമ്മൾ സെലക്ട് മൾട്ടിപ്പിൾ വേണമെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. അറയായിട്ട് കൊടുത്താൽ മതി. സെലക്ട് അറയിൽ. ആ ട്രൈ നോക്കിയേ, മനസ്സിലായി ചെയ്തേ. ബാക്കി സ്കിമ്മ ചെയ്യാം. നമ്മുടെ എന്നിട്ട് മീഡിയക്ക് എഴുതുക. എന്നിട്ട് ആ ക്ലാസ്സുകൾക്കെല്ലാം അതാത് എസ് എം ആണെങ്കിൽ അതിന്റെ ബ്രേക്ക് പോയിന്റ് ആണ് 350 വെച്ചോ. 350 അത് എത്ര വേണ്ട തിരിച്ചതാക്ക്.